ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമഹാഭാഗവതം പഞ്ചമസ്കന്ധം അർക്കേന്ദുഗതിഭേദം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വർഗഭൂമികളുടെ ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും ഇത്തരം വിഷ്ടപങ്ങൾ വർത്തിപ്പിക്കുന്ന കാലം മേഷേയിഷേ സമമായി വരുമഹോരാത്രമൃഷഭാദികളാകുമഞ്ചിലും വർത്തിക്കുന്നാൾ. ഇഴിയും നിശയതു പകലേറിയിടും താനും കീടകമാദികൾ മറ്റഞ്ചിലും വർത്തിക്കുന്നാൾ. ഈടെഴും പകൽ കുറഞ്ഞേറുന്നു നിശാകാലമീദൃശമുദിക്കയും അസ്തമിക്കയും ചെയ്യും. ആദിത്യൻ പെരുമാറും മാനസോത്തരത്തിന്മേൽ 9 കോടിക്കുമേലതിൻ്റെ വട്ടം പുനരമ്പതുമൊന്നും ലക്ഷം യോജനയുണ്ടു താനും. അങ്ങനെയിരിക്കുന്ന മാനസോത്തരഗിരിക്കങ്ങുമേൽ മുകളിൽ ദേവാലയത്തിനു നേരെ പൂർവഭാഗത്തിങ്കലുണ്ടിന്ദ്രൻ്റെ രാജധാനി. കേവലം ദേവധാനി എന്നതിനുട നാമം. പ്രേതനാഥനു തെക്കുണ്ടല്ലോ സംയമനിയും യാദസാംപതിക്കു നിംലോചനി പടിഞ്ഞാറും. വടക്കു വിഭാവരി സോമന്റെ രാജധാനി. പടർച്ചയോടും നാനാഭൂതങ്ങളെല്ലാവർക്കും പ്രവൃത്തി നിവൃത്തി നിമിത്തങ്ങളായിട്ടുദയാസ്തമയത്തോടർദ്ധരാത്രിയെന്നിത്യാദികൾ ഗതിക്കു തക്കവണ്ണം പകർന്നുകൊണ്ടതിക്രാമ്യതി സൂര്യനോരോരോ ദിക്കുതോറും. രാശിചക്രത്തിൻ വേഗമേറി നിന്നതിനുടെ പേശലാൽ വലത്തൂടായി വരുന്നിതെല്ലാടവും. യാതൊരു ദിക്കിലുടൻ ഉദയം കാണാകുന്നു നീതിയിലതിൻ മറുപുറത്താമസ്തമയം. യാതൊരേടത്തു നേരെ മധ്യാഹ്നമാകുന്നിതങ്ങതിനു നേരെ മറുപുറത്താമർദ്ധരാത്രം. യാതൊരു നേരം സൂര്യൻ ലങ്കയിലുദിക്കുന്നു അസ്തമിക്കുന്നു സിദ്ധപുരിയിലതിന്നേരെ. ഇന്ദ്രന്റെ പുരിയിൽ നിന്നന്തകപുരത്തിങ്കൽ ചെന്നിടും 15 നാഴിക കൊണ്ടു സൂര്യൻ. അവിടമുണ്ടു 2 കോടിയുമനന്തരം അവനീപതേ 37 ലക്ഷവും. പിന്നെ പുനരങ്ങ് 75,000 യോജനയും തനിയെ വഴിയെന്നു മനസ്സി ധരിച്ചാലും അതിനെപ്പോലെ തന്നെ വരുണപുരത്തിനു മകലമതു 15 നാഴികയാലേ. വിരവോടൊത്തും വിഭാവരിക്കുമതുപോലെ തരസാ ചെല്ലും വിഭാവരിയിൽ നിന്നു തന്നെ. ക്രമമായുള്ള വഴിയകലമതു തന്നെ സമമായെത്തും 15 നാഴികയാലേ. ഔവണ്ണം തന്നെ സൂര്യചന്ദ്രാദിഗ്രഹങ്ങളും സർവനക്ഷത്രങ്ങളും ജ്യോതിശ്ചക്രത്തിന്മേലെ ഉദിച്ചുമസ്തമിച്ചുമിരിക്കുന്നിതു നിത്യം വധിച്ചുകൊള്ളുവാനറിയാവതല്ലിത്യാദികൾ. ആദിത്യരഥത്തിനു ചക്രമാകുന്നതെല്ലാം ആദരാലോരോരോ സംവത്സരം അകങ്ങൾ പോൽ. ആദിത്യരഥത്തിനു ചക്രമാകുന്നതെല്ലാം ആദരാലോരോരോ സംവത്സരാത്മകങ്ങൾ പോൽ. താനതിനച്ചുതണ്ടു മേരുതൻ മുകളിലും മാനസോത്തരഗിരി തന്മേലും തഥാനേമി. മാരുതാനാശനകുലനാശനാഗ്രജൻ തന്നെ സാരഥിയാകുന്നതു ബാലഖില്യന്മാരല്ലോ. സൂക്തവാക്യങ്ങൾ കൊണ്ടു വേദാന്തപ്പൊരുളായ മാർത്താണ്ഡൻ തന്നെ സ്തുതിച്ചിടുന്നു നിത്യം ചെമ്മേ. ഗന്ധർവാപ്സരോ നാഗമാനിനീയാതുധാന പങ്ക്തിയും ഗ്രാമണികൾ ദേവകൾ ഋഷികളും
സന്തതമിവരേഴു കൂട്ടവും വേറെ വേറെ മാസങ്ങൾ തോറും ഭക്ത്യാ സൂര്യനെ സേവിക്കുന്നു. ഉത്താനപാദൻ തൻ്റെ പുത്രനാം ധ്രുവനെയും ഉത്തമനായ മഹാമേരുവിനെയും കൂടി നിത്യവും പ്രദക്ഷിണം ചെയ്യുന്നോരാദിത്യൻ്റെ സത്യസദ്ഗതിഭേദം രാശികളെ തീർത്തിതു എങ്ങനെ വിശേഷിച്ചു വെവ്വേറെ കാണാക്കുന്നു. ഇങ്ങനെ പരീക്ഷിത്തിൻ ചോദ്യത്തിനരുൾ ചെയ്തു മംഗലാത്മാവാം നൃപതീശ്വരൻ തന്നോടേറ്റം മംഗലവാക്യം കൊണ്ടു ബാദരായണിയപ്പോൾ. അന്വഹം കുലാലചക്രത്തോടു കൂടിത്തിരിയുന്നൊരു പിപീലികാദികൾ തങ്ങടഗതി വെവ്വേറെ ലോകാന്തരത്തിങ്കലും കാണാകുന്നിതൗവണ്ണമാദിത്യാദിഗ്രഹങ്ങൾ ഗതിഭേദം. നക്ഷത്രരാശ്യന്തരത്തിങ്കലും കാണാക്കുന്നു ദിക്കുകൾ തോറും രാശിചക്രത്തിൻ വേഗത്താലെ ആദിത്യാത്മകനായ ഭഗവാനുടഗതി ഭേദം കൊണ്ടുണ്ടാ മഹോരാത്രാദി കാലഭേദം. അർക്കമണ്ഡലത്തിങ്കൽ നിന്നു പിന്നെയുമൊരു 1,00,000 യോജനമേലെ ചന്ദ്രന്റെ നടപടി ആദിത്യനോരാണ്ടുള്ള ഗതിയെ മാസം കൊണ്ടു സാധിക്കുന്നിതു ചന്ദ്രൻ പിതൃക്കൾ കഹോരാത്രം. ഉണ്ടാവൂ പൂർവാപരപക്ഷങ്ങൾ രണ്ടുകൊണ്ടും കണ്ടാലും കാലക്രമം സൂര്യചന്ദ്രന്മാർ തമ്മിൽ. ഇക്ഷപാകരനുടെ മണ്ഡലത്തിങ്കൽ നിന്നു 1,00,000 യോജനമേലെ നക്ഷത്രമാർഗമെടോ. നക്ഷത്രമാർഗത്തിങ്കൽ നിന്നു പിന്നെയും 2,00,000 യോജനമേലെ ശുക്രനെന്നറിഞ്ഞാലും അവിടെ നിന്നു 2,00,000 യോജനമേലെ ബുധനാമിന്ദുപുത്രൻ അവർകൾക്കിരുവർക്കും ആദിത്യൻ തന്നോടൊക്കും മിക്കതും വിചാരിക്കിൽ ദീധിതിഗതിയിങ്കൽ ഭേദവും ചെറുതുണ്ടാം. സോമജങ്കേന്നു 2,00,000 യോജനമേലെ ഭൂമി നന്ദനനായ ലോഹിതനവനേതും വക്രാദിഗതി ഭേദമില്ലെന്നു വരുന്നാകിൽ പക്ഷങ്ങൾ 3 കൊണ്ടു രാശിയിൽ കടക്കുന്നു. മിക്കതും രക്തൻ തങ്കൽ നിന്നുടൻ പിന്നെ 2,00,000 യോജനമീതെ നിർജ്ജരാചാര്യനായ വാഗീശനോരാണ്ടു കൊണ്ടങ്ങു നീങ്ങിയിടും രാശി. ഭാഗധേയാബ്ധേ പുനരവിടെ നിന്നും തഥാ കേവലം 2,00,000 യോജനമീതെ സൂര്യദേവനന്ദനഛായാപുത്രനാകിയ കാലൻ മേവിനാൻ അവനൊരു 30 മാസം കൊണ്ടു പോയിതങ്ങൊരു രാശി തന്നിലെന്നറിഞ്ഞാലും അവങ്കൽ നിന്നു 11 യോജനലക്ഷം അവധി ദൂരം സപ്തഋഷികൾ നിവാസകം. അവിടെ നിന്നു 13,00,000 യോജന സവിധേ വിഷ്ണു ഭക്തൻ ധ്രുവനായുള്ള ലോകം. അവൻ്റെ ലോകം ജ്യോതിർഗണങ്ങളെല്ലാവർക്കും ആശ്രയമാകുന്നതെന്നറിക ധരാപതേ. നിത്യവും ധാന്യങ്ങളെ തിരിക്കും പശുക്കൾക്കു സ്വത്സമാം തിരികുറ്റിയാശ്രമെന്ന പോലെ. നിത്യവും ധാന്യങ്ങളെ തിരിക്കും പശുക്കൾക്കു സ്വത്സമാം തിരികുറ്റിയാശ്രയമെന്ന പോലെ അർക്കമണ്ഡലത്തിങ്കൽ നിന്നൊരു 35,00,000 യോജനമേലെ നിശ്ചയം ധ്രുവലോകം. കേൾക്കടോ പിന്നെ ജ്യോതിശ്ചക്രങ്ങളൊക്കെ സർവസാക്ഷിയാം ഭഗവാന്റെ യോഗധാരണാത്മകം സൂക്ഷ്മകനായ ശിശുമാരൻ്റെ ശരീരൈകമൂർത്തിയിങ്കലും പോലെന്നല്ലോ കേട്ടിരിക്കുന്നു. ശിശുമാരൻ്റെ പുച്ഛാഗ്രത്തിങ്കൽ ധ്രുവനല്ലോ. സംശയം പ്രജാപതി വൻഹിയുമിന്ദ്രൻ ധർമ്മൻ എന്നിവരെല്ലാം ക്രമാൽ മേൽപോട്ടു വാൽമേൽ തന്നെ സന്നിധാനത്തെ ചെയ്തിടുന്നിതു സദാകാലം. ധാതാവും വിധാതാവും പുച്ഛമൂലത്തിങ്കലും പ്രീതരായിരുന്നരുളിയിടുന്നു നിരന്തരം. മധ്യദേശത്തിങ്കലാകുന്നു പോലനുദിനം സപ്തമാമുനിവരന്മാരധിവാസം നിത്യം. 2 തോളിലുമൊക്കെ മിക്കതും നക്ഷത്രങ്ങൾ
ഉണ്ടുപോലുദരത്തിലാകാശതടിനിയും ഉത്തരോഷ്ടത്തിങ്കലങ്ങഗസ്ത്യൻ താനും പൊനുരിത്തരമധരോഷ്ടത്തിങ്കലായമൻ താനും മുഖത്തു ഭൂമിപുത്രനുപസ്ഥേ ശനിയും പിൻകഴുത്തിൽ ബൃഹസ്പതി മാറത്തു ദിവാകരൻ ഹൃദയത്തിങ്കൽ വിഷ്ണു മാനസത്തിങ്കൽ ചന്ദ്രൻ സതതം നാഭൗ ശുക്രൻ പ്രാണങ്കൽ ബുധൻ താനും നിശ്ചയം കഴുത്തിൽ പോൽ നിൽപ്പതു സ്വർഭാനുവും അശ്വിനീ ദേവകൾ പോലോരോരോ മുലകളിൽ രാഹുകേതുക്കൾ സമസ്താംഗങ്ങളിലുമെല്ലാം ജ്യോതിസ്സുകളും മറ്റേതൊക്കെ രോമങ്ങൾ തോറും ഇച്ചൊന്ന ഭഗവാന്റെ സർവദേവതാമയം നിശ്ചയമായ രൂപം ധ്യാനിച്ചാൽ പാപക്ഷയം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീഹരേ.